യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം ഏറെ സന്തോഷത്തോടെ ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 45-ാം അധ്യായം 2-3 തിരുവചനങ്ങൾ. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. മുന്നിലുള്ള പ്രതിബന്ധങ്ങളെ ഓർത്ത്, മുന്നിലുള്ള തടസ്സങ്ങളെ ഓർത്ത് ആരെന്നെ സഹായിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പരിശുദ്ധാത്മാവ് വഴി ദൈവം തരുന്ന തിരുവചനം. ആമേൻ ചൊല്ലി നമുക്ക് ഈ വചനം ഏറ്റെടുക്കാം. കർത്താവായ ദൈവം നിനക്ക് മുൻപേ പോകും. ആ ദൈവം നിൻ്റെ മുന്നിലുള്ള എല്ലാ പ്രതിസന്ധികളും തടസ്സങ്ങളും തകർത്ത് കളയും. കാരണം നീ അറിയണം, നിന്നെ പരിപാലിക്കുന്നത് നിൻ്റെ ദൈവമായ കർത്താവാണെന്ന്. അങ്ങനെ നിന്നിൽ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും ആ ദൈവത്തോട് നീ ചേർന്ന് നിൽക്കുന്നതിനും വേണ്ടി നിനക്ക് വേണ്ടതെല്ലാം ദൈവം ഇന്ന് തരും. നമുക്ക് ഉറച്ചു വിശ്വസിക്കാം, എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ ദൈവം എനിക്ക് തരും. അവൻ എൻ്റെ മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളും തകർത്തെറിയും. ഒരു ശത്രുവിനും എന്നെ തൊടാൻ പറ്റാത്ത വിധം ദൈവത്തിൻ്റെ സംരക്ഷണം എനിക്കുണ്ടായിരിക്കും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ. നിങ്ങൾ എന്തിനെ ഓർത്താണോ ദുഃഖിക്കുന്നത് അതെല്ലാം നിങ്ങളുടെ മുന്നിൽ നിന്നും കർത്താവ് എടുത്തു മാറ്റട്ടെ. ലോകത്തിലെ എല്ലാ മക്കളെയും 830 കോടിയിലധികം വരുന്ന മക്കളെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മക്കളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കുടുംബസമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും ദൈവവുമായ ജീവനുള്ള കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.